ഹലോ. അപ്പോൾ ഇന്നത്തെ വർക്ക് വരുന്നത് പുതുനേരമാണ് കേട്ടോ. ബ്രൈഡ് ഷിഫൻ്റെ വെഡ്ഡിംഗ് ലുക്ക് ചെയ്യാനായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. മേക്കപ്പിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ ബ്രൈഡ്സിനോടും റൂം സെറ്റിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. വീട്ടിലുള്ളതിൽ ഏറ്റവും വെളിച്ചവും അതുപോലെ കാറ്റും ഉള്ള ഒരു റൂം വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ടെന്ന്. കാരണം എപ്പോഴും നമ്മൾ റിംഗ് ലൈറ്റിനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ആയിട്ടോ, റിംഗ് ലൈറ്റ് എന്നെ ചെറുതായി ഒന്ന് ചതച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷിഫ നമുക്ക് പ്രൊവൈഡ് ചെയ്ത റൂമിൽ കുറച്ച് വെളിച്ചം കുറവായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് വെളിച്ചം കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫൗണ്ടേഷൻ ഷെയ്ഡ്സൊക്കെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ എല്ലാ റൂമിലെ ലൈറ്റ്സൊക്കെ മാറ്റി ഫിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാരിയൊക്കെ പ്രീ പ്ലീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ പെട്ടെന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മേക്കപ്പിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഷിഫ പറഞ്ഞ പോലെ ഒരു സ്മോക്കി കൈൻഡ് ഓഫ് ഐ ലുക്കാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ഒരു ബ്രൈഡിൻ്റെ റെഫറൻസ് പിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് ആപ്റ്റ് ആവുന്ന പോലെ, അതായത് ഷിഫൻ്റെ ഫേസിന് ആപ്റ്റ് ആവുന്ന പോലെയായിരുന്നു നമ്മൾ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചോക്കേഴ്സിനോടൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത മിനിമൽ ഓർണമെൻറ്റ് സെറ്റിംഗ് ആയിരുന്നു കേട്ടോ ആൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ ഓർണമെൻറ്റ്സും ആൾ തന്നെ പ്രിഫർ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തതായിരുന്നു. ഒരു ചോക്കറും അതുപോലെ ഹെവി ആയിട്ടുള്ള ഒരു ഓർണമെൻറ്റ്സും ആൾക്ക് തീരെ താല്പര്യമില്ല. അതിനുശേഷം ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസ് എടുക്കാനായിട്ട് റിതം വെഡ്ഡിങ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആളുടെ കോൺടാക്ട് നമ്പറും അതുപോലെ ഇൻസ്റ്റഗ്രാം ID ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. വെഡ്ഡിങ്ങിന് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ മറ്റെന്ത് ഇവൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മേക്കപ്പ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ നമ്പറിലും കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.